മാണി സാറിന് അന്ത്യാഞ്ജലി. കെ.എം. മാണിക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. പാലായിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനായി നിരവധി പേരാണ് എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിവരെ ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 3 മണിക്ക് സംസ്കരിക്കും. പാലായിൽ നിന്ന് വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പാലായിലെ വസതിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. പാലായിലെ ജനങ്ങൾക്കൊപ്പം നിന്ന ജനനായകനാണ് വിട പറയുന്നത്. വലിയ രീതിയിലുള്ള തിരക്കാണോ അവിടെ അനുഭവപ്പെടുന്നത്? വലിയ രീതിയിലുള്ള തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ കെ.എം. മാണിയെ ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പാലയിലെ കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖരായ നേതാക്കളും ഇവിടേക്ക് എത്തി. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് ഏതാണ്ട് 7:30യോടുകൂടി കെ.എം. മാണിയുടെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. AICC പ്രതിനിധിയായാണ് മുകുൾ വാസ്നിക്ക് എത്തിയത്. ഒപ്പം തന്നെ മുൻ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ R. ബാലകൃഷ്ണപിള്ളയും അല്പസമയം മുമ്പ് ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുൻമന്ത്രി KP മോഹനൻ, സിനിമാ താരം രഞ്ജി പണിക്കർ തുടങ്ങിയവരും ഇവിടെ കെ.എം. മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ പ്രമുഖരാണ്. നിരവധി പ്രമുഖർ, ഇനിയും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഇവിടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ സഭകളുടെ, ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ കെ.എം. മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിരവധി ബിഷപ്പുമാർ ഇതിനകം തന്നെ പാലയുടെ മാണിയുടെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് അനുശോചനം അറിയിച്ച് മടങ്ങുകയും ചെയ്തു. വൈകുന്നേരം മലങ്കര സഭയുടെ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ ആണ് അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. 2 മണി മുതൽ ഇവിടെ ശുശ്രൂഷ ചടങ്ങുകൾക്ക് തുടക്കമാകും. 3 മണിയോടുകൂടി സംസ്കാരത്തിനായി മൃതദേഹം പാലാ കത്തീഡ്രൽ പള്ളിയിലേക്ക് കൊണ്ടുപോകും. ജി ശ്രീജിത്താണ് പാലായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കെ.എം. മാണിയുടെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര നിശ്ചയിച്ചതിലും 13 മണിക്കൂർ വൈകിയാണ് കോട്ടയം നഗരത്തിലെത്തിയത്. ഇന്നലെ രാവിലെ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര കടന്നു വന്ന വഴികളിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് കാത്തുനിന്നത്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ രാത്രി വൈകിയും പാതയോരങ്ങളിൽ കാത്തുനിൽക്കുന്ന ജനക്കൂട്ടം. പ്രതീക്ഷിച്ചതിലും മണിക്കൂറുകൾ വൈകിയാണ് വിലാപയാത്ര കോട്ടയം നഗരത്തിൽ എത്തിച്ചേർന്നത്. എന്നിട്ടും മാണി സാറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ വഴിയോരത്ത് കാത്തുനിന്നു. തിരുനക്കര മൈതാനത്തും കേരള കോൺഗ്രസിന്റെ ആസ്ഥാനത്തും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെ രാവിലെ 10:15 പ്രത്യേകം തയ്യാറാക്കിയ KSRTC ബസ്സിൽ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടങ്ങിയത്. മകൻ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫും മറ്റ് പാർട്ടി നേതാക്കളും വിലാപയാത്രയെ അനുഗമിച്ചു. വിലാപയാത്ര കടന്നു വന്ന വഴികളിൽ ആയിരങ്ങൾ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ കാത്തുനിന്നു. കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചപ്പോഴേക്കും റോഡുകൾ ജനസമുദ്രമായി. മുൻ നിശ്ചയിച്ചതിൽ നിന്നും ഏറെ വൈകി ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് വിലാപയാത്ര കടുത്തുരുത്തിയിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ എന്നിവർ കടുത്തുരുത്തിയിൽ വെച്ച് അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കോട്ടയത്തെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിലാപയാത്ര രാത്രി 10-നാണ് ഏറ്റുമാനൂർ പിന്നിട്ടത്. കോട്ടയത്തെത്തിയത് ഇന്ന് പുലർച്ചെ 1-ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.